CPM സംസ്ഥാന സെക്രട്ടറിയെ തിരുത്തി ജനറൽ സെക്രട്ടറി MA ബേബി. PK ശ്രീമതിക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് MA ബേബി. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്നത് സംഘടനാപരമായ തീരുമാനത്തിന്റെ ഭാഗമെന്നായിരുന്നു MV ഗോവിന്ദന്റെ വാദം. എന്നാൽ ശ്രീമതി എല്ലാ യോഗങ്ങളിലും പങ്കെടുത്തെന്നും അത്തരം വിലക്കില്ല എന്നും MA ബേബി വിശദീകരിച്ചു. പിണറായിയെ പോലൊരു നേതാവിന്റെ വിലക്ക് തനിക്കുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് PK ശ്രീമതിയും പ്രതികരിച്ചു. കേരളത്തിലുണ്ടെങ്കിൽ ഇനിയും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുമെന്നും ശ്രീമതി. അഖിലേന്ത്യാ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് ഒരു വനിത എന്ന നിലയിൽ അവർക്ക് പ്രത്യേക പരിഗണനയോടുകൂടി എക്സസും കൊടുക്കും. അങ്ങനെ സെൻട്രൽ കമ്മിറ്റിയിലുണ്ട്. അപ്പോൾ സെൻട്രൽ കമ്മിറ്റിയിൽ എടുക്കുന്നത് കേരളത്തിലെ സംഘടനാ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടല്ല, അവരുടെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. സ്വാഭാവികമായിട്ട് അതിലൂന്നി സംഘടനാ പ്രവർത്തനം നടത്തി മുമ്പോട്ടേക്ക് പോവുക എന്നുള്ളതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അറിയുള്ളൂ. ദേശീയ തലത്തിലാണ് ശ്രീമതി ടീച്ചർ പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി എവിടെല്ലാം പാർട്ടി കമ്മിറ്റികൾ പങ്കെടുക്കണമോ അവിടുത്തെ പാർട്ടി കമ്മിറ്റികളെല്ലാം പങ്കെടുക്കും. ഒരു പാർട്ടി കമ്മിറ്റി പങ്കെടുക്കുന്നതിനും ശ്രീമതി ടീച്ചർക്ക് വിലക്കില്ല. ഇന്നത്തെ ആ വാർത്ത തീർത്തും അടിസ്ഥാനരഹിതമാണ്. അല്ല, അത് അദ്ദേഹത്തെ അപമാനിക്കാനാണോ ഉദ്ദേശം? അതല്ല, അദ്ദേഹത്തെ പോലെ ഏറ്റവും തലമുതിർന്ന സമാദരണീയനായ ഒരു നേതാവിന്റെ വിലക്ക് എനിക്കുണ്ട് എന്ന് മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട് പാർട്ടിക്കുള്ളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ, എനിക്കൊരു അപമതിപ്പുണ്ടാക്കാൻ ആണോ, എന്താണ് ഉദ്ദേശം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല.